SLC ഫിസിക്സ് പരീക്ഷയിൽ വരാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കൂ. ഡിറക്ഷൻ ഓഫ് ദി മാഗ്നറ്റ് അറൗണ്ട് എ കറന്റ് ക്യാരിങ് കണ്ടക്ടർ AB is marked with the figure. നമുക്കിവിടെ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് ഓൾറെഡി മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറന്റ് ത്രൂ AB. ഇനി AB യിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് കറന്റിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഓൾസോ വിച്ച് റൂൾ ഹെൽപ് യു ടു ഫൈൻഡ് ദിസ്? ഏത് റൂളാണ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സഹായിച്ചത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റൂൾ ഒന്ന് സ്റ്റേറ്റ് ചെയ്യൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതൊരു പറയുന്നത് ഒരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഇതാ ഇവിടെ ആരോ മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെയല്ലേ എന്ത് ചെയ്യുന്നത് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? B to Aയിലാണ് എന്ത് പോകുന്നത്? കറണ്ടിന്റെ ഡയറക്ഷൻ പോകുന്നത്. ഓൾസോ ഇത് എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? ആന്റി ക്ലോക്ക് വൈസ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് റൂളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കറിയാം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? തമ്പ് ഷോസ് ഡിറക്ഷൻ ഓഫ് ദ കറന്റ്, കേർലി ഫിംഗേഴ്സ് ഷോ ഡിറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ നമുക്കറിയാം നമ്മളുടെ കൈ അല്ലേ. അപ്പൊ ഇത് തള്ളവരലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിന്റെയാ പറയണേ? നമ്മുടെ എന്താ പറയുന്നത്? ഡയറക്ഷൻ ഓഫ് ദ കറന്റ് ആണ്. ബാക്കിയുള്ള കേർലി വെച്ചിട്ടുള്ള ഫിംഗേഴ്സിലെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക? കൈ വെച്ച് ഇങ്ങനെ മടക്കുക. അപ്പൊ അതെന്താണ്? അതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എന്തെന്ന് മനസ്സിലായത്? ഡിറക്ഷൻ മനസ്സിലായത്. ഡിറക്ഷൻ എങ്ങനെ നമ്മൾ പറഞ്ഞു? B to A ആണ്. അതുകൊണ്ടാണ് നമ്മളവിടെ ആന്റി ക്ലോക്ക് വൈസ് എഴുതിയതും ആൻസർ കിട്ടിയതും. ഓക്കെ.